വൈദ്യുതി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെങ്കിലേ വ്യവസായങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ നൽകാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പദ്ധതികളെ എല്ലാം പരിസ്ഥിതിവാദം ഉയർത്തി തകർക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ഡാം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യാവസായിക ആവശ്യങ്ങൾക്കായി കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കണമെങ്കിൽ ഉൽപ്പാദനം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് ലാഭകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് ധാരാളം വെള്ളം ഉണ്ടായിട്ടും നമ്മൾ വേണ്ടത് ഉപയോഗിക്കില്ല. 3000 TMCയോളം വെള്ളം നമുക്കുണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ കൂടി 300 TMC ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് സാധ്യത ഉണ്ടായിട്ടും നമുക്ക് ഇടുക്കിയിൽ 55 പൈസയാണ്. 4 ദിവസം മുമ്പ് നമ്മൾ മേടിച്ചത് 15 രൂപയ്ക്കാണ്. പക്ഷെ അതിലെന്താ വെച്ചാൽ ഒരു പ്രോജക്റ്റും തുടങ്ങാൻ നിങ്ങൾ തന്നെ സമ്മതിക്കില്ല. അപ്പോൾ കാക്ക അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് മാറാൻ വഴിയില്ല എന്ന് പറഞ്ഞതിന് വിവാദം ഉണ്ടാക്കി പരിസ്ഥിതിക്ക് കോട്ടമാണെന്ന് പറഞ്ഞ് എല്ലാ ഡാമുകളും തടയുകയാണ്. അപ്പോൾ അതൊന്നും മാറണ്ടേ നമ്മൾ. ഇപ്പോൾ നമ്മൾ എത്ര വലിയ വില കൊടുത്തിട്ട് 15 രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇവിടെ ചുരുങ്ങിയ ചിലവ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങളൊക്കെ വരുള്ളൂ. അതാണ് സ്കീം. 15 പൈസ ശരിക്കും 15 പൈസ തൊട്ട് 55 പൈസ വരെ വരുള്ളൂ ഇടുക്കിയിലെ ഡാം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ. അത് 15 രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ നമുക്ക് സാധ്യതയാണ്. അതേപോലെ നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഒരുപാട് കാലമായി ഇങ്ങനെ വൈകി പോവുകയാണ്. അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ നിയമസഭ. വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമുണ്ടാക്കുന്നത് അനാവശ്യ പരിസ്ഥിതിവാദങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം. ജില്ലയിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വേണ്ടിയാണ് സന്ദർശനം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ചെറുകിട പദ്ധതികൾ പലതും കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ്, കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3 ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2 ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3 ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2 ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും. അത് നല്ല കിട്ടിലൻ ക്വാളിറ്റി ആൻഡ് കിട്ടിലൻ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോം, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ മെഡിക്കെയർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടേബിളിന്റെയും ചെയറിന്റെയും വൺ ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റക്സ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ്. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്. EMI അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ.